PK അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ കാലത്തെ 12 രാശിക്കാരുടെയും ആഴ്ചഫലം ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. ഈ 12 രാശിക്കാർക്കും എങ്ങനെയായിരിക്കും ഈ ആഴ്ച എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി മേടക്കൂറാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ 2.25 നക്ഷത്രത്തിൽപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7ര ശനി നടക്കുന്ന കാലമാണ്. അവർ 7ര ശനിയുടെ ആദ്യ പാദം ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് മാസം 29-ാം തീയതി അവർക്ക് 7ര ശനി കാലം ആരംഭിക്കുകയുണ്ടായി. ഇവരുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ വ്യാഴവും ചൊവ്വയും കേതുവും ബുധനും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയാണ്. 28-ാം തീയതി കേതുവുമായി യോഗം ചെയ്തു വന്ന കുജൻ കന്നി രാശിയിലേക്ക് മാറുകയാണ്. ഈ മാറ്റം അവർക്ക് അല്പം ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ വ്യാഴശുക്ര സംയോഗം കൊണ്ടുള്ള ഗ്രഹലക്ഷ്മി രാജയോഗം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ എല്ലാം ദോഷം ഏറെക്കുറെ കുറയുന്നതാണ്. എങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം മിക്ക ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കുന്ന ഗുണാധിക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായവും കളത്ര സൗഖ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ നമ്മൾ നല്ല അർത്ഥത്തിലായിരിക്കും ഉപയോഗിക്കുന്നത്. കേൾക്കുന്നവർ അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കലഹങ്ങളെ സൂക്ഷിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ശത്രുക്കൾ ഉണ്ടാകുമെങ്കിൽ പോലും ശത്രു വിജയം സാധ്യമാണ്. 11-ൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് അല്പം ഗുണം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി ഗ്രഹങ്ങളൊക്കെ അനിഷ്ടഭാവത്തിലായതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അവരുടെ ഈ ആഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ആഴ്ചയിൽ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 30, 31 വൈകിട്ട് വരെ 1-2 തീയതികൾ താരതമ്യേന നല്ല ദിവസങ്ങളാണ്. അപ്പോൾ ഇതാണ് മേടക്കൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, അര എന്നീ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ആഴ്ച എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇടവക്കൂറുകാരുടെ ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് വ്യാഴം ശുക്രൻ യോഗം ചെയ്ത് 2-ൽ നിൽക്കുകയാണ്. രവി ബുധൻ 3-ലും കേതു 4-ലും കുജൻ 28-ന് കന്നി രാശിയിലേക്ക് മാറുകയാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. മാത്രവുമല്ല, സർവേശ്വരകാരകനായ വ്യാഴം, ധനധാന്യ സമൃദ്ധി, ലൗകിക സുഖങ്ങൾ നൽകുന്ന ശുക്രൻ യോഗം ചെയ്ത് ഇവിടെ 2-ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, 2-ാം ഭാവം എന്നത് ധനഭാവം, കുടുംബം, വിദ്യാഗുണം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. 11-ാം ഭാവാധിപനായ വ്യാഴം 2-ൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ 2-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അതോടൊപ്പം തന്നെ 2-ലെ വ്യാഴവും ശുക്രന്റെയും സംയോഗത്താൽ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഈ ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ല ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഇവർക്ക് വാഹനയോഗം, ധനയോഗം, അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, ലോട്ടറിയിൽ നിന്നുള്ള ഭാഗ്യങ്ങൾ, ചിട്ടിയിൽ നിന്നുള്ള ഭാഗ്യം എന്നിവ കാണുന്നുണ്ട്. അധ്യാപകർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം നല്ല സമയമാണ്. ബിസിനസ്സുകൾക്ക് താരതമ്യേന ബിസിനസ്സെല്ലാം പുഷ്ടിപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല, 28-ന് കന്നിയിലേക്ക് മാറുന്ന ചൊവ്വയെ കൊണ്ടും ഇവർക്ക് നല്ല ഗുണങ്ങളാണ് ലഭിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, ധൈര്യം, ഒരൽപ്പം മനസ്സമാധാനം, ശത്രുക്കളെ വിജയിക്കാനുള്ള സാധ്യത ഇവ കാണുന്നുണ്ട്. പിന്നെ ആകപ്പാടെ ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ലെ രാഹുവിൻ്റെ സ്ഥിതിയാണ് ഒരൽപ്പം മോശമായി കാണുന്നത്. കാരണം അത് കർമ്മസ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് 10-ലെ രാഹുവിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ തൊഴിലിടങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഒരൽപ്പ തടസ്സങ്ങൾ ഒക്കെ നേരിടാം. മേലധികാരികളിൽ നിന്ന് ചെറിയ തോതിലുള്ള ചില പ്രയാസങ്ങൾ നേരിടാം. പക്ഷേ ഇവിടെ 9-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൽ വീഴുകയും അതോടൊപ്പം 11-ൽ ബലവാനായി നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രഹങ്ങളുടെ പ്രഭാവം മൂലം 10-ലെ രാഹുവിനുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങൾ ലഘൂകരിക്കാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമേ ഇല്ല. പിന്നെ സാധാരണയുള്ള അലർജി പോലുള്ള ചില അസുഖങ്ങൾ നമ്മൾ അലട്ടുമെങ്കിൽ പോലും പൊതുവേ ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരുവിധ അസുഖങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല.
പൊതുവെ നമുക്ക് മനസ്സുഖം കൂടിയിരിക്കുന്ന, സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൊതുവെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികൾ വളരെ നല്ല സമയമാണ്, നല്ല ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ കൂറ് എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മകയിര, മര, തിരുവാതിര, പുണർതം, മുക്കാലിൽ നിൽക്കുന്ന മുക്കാല് അടങ്ങിയ 2.25 നക്ഷത്രമാണ് മിഥുനക്കൂറിലുള്ളത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പോൾ കണ്ടകശനി കാലമാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശനി 10ൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊണ്ടേ പോകുന്ന പറയുന്നെങ്കിൽ പോലും ഏഴരശനിയേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത്. പക്ഷേ ഈ കണ്ടകശനി നിൽക്കുന്നെങ്കിൽ പോലും ഇവിടെ 1-ാം ഭാവത്തിലാണ് വ്യാഴവും ശുക്രനും ചേർന്ന് ഗജലക്ഷ്മി രാജയോഗം നടക്കുന്നു എന്നുള്ളതിനാൽ ഈ ആഴ്ച അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗം വളരെയേറെ പുഷ്ടിപ്പെടും. ജോലിയിൽ വളരെ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ഒരു സമയമാണ്. കളത്ര സൗഖ്യമുണ്ടായിരിക്കും. മേലധികാരികൾ ചില അപ്രീതികൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്യാൻ നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ഗജലക്ഷ്മി യോഗം നമ്മളെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, കുജന്റെ കന്നിയിലേക്കുള്ള മാറ്റം ഗുണം ചെയ്യുന്നതാണ്. പൊതുവെ ദോഷാധിക്യമുള്ള സമയമാണെങ്കിൽ പോലും ഗജലക്ഷ്മി യോഗം എല്ലാ ദോഷങ്ങളെയും ഒന്ന് ലഘൂകരിക്കുന്നതാണ്. രാഹു 9ൽ 6 സ്ഥാനത്ത് നിൽക്കുന്നത് അല്പം ഗുണകരമാണ്. അപ്പം ഇങ്ങനെ ആകെ നമ്മൾ എടുക്കുന്ന സമയത്ത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയവും അതുപോലെ തന്നെ കണ്ടകശനി നടക്കുന്ന കാലവുമായതുകൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുമെങ്കിൽ പോലും അവിടെ 1-ാം ഭാവത്തിലുള്ള ഗജലക്ഷ്മി രാജയോഗം തീർച്ചയായും എല്ലാ ദോഷങ്ങളെയും ചെറുതായിട്ടൊന്ന് ലഘൂകരിച്ച് അവർക്ക് ചെറിയ പുരോഗതി ഈ ആഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് സംശയമൊന്നുമില്ല. അവർക്ക് താരതമ്യേന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ജൂലൈ 27, 28 തീയതികളാണ് ഇവർക്ക് താരതമ്യേന നല്ല സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മിഥുനം രാശിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശി പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ 2.25 നക്ഷത്രങ്ങളുള്ള കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഒഴിച്ച് എല്ലാ ഗ്രഹങ്ങളും പ്രതികൂല അവസ്ഥയിലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് 12ൽ നിൽക്കുകയാണ്. അതൊഴിച്ച് ബാക്കി ഏതൊരു ഗ്രഹം നോക്കിയാലും ശരി തന്നെ അതെല്ലാം വ്യയസ്ഥാനത്താണ്. വ്യാഴം 12ൽ നിൽക്കുകയാണ്. വ്യാഴം 12ൽ നിൽക്കുന്നതിന് 12 എന്ന് പറയുന്ന വ്യയസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ചിലവ് അധികരിക്കുന്ന ഒരു സമയമാണ്. ഈ ചിലവ് അധികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അനാവശ്യ ചിലവുകൾ മാത്രമല്ല, മിക്കവാറും നല്ല ചിലവുകളും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് അധികരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ, മനക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഈ ഗജലക്ഷ്മി യോഗം എന്ന് പറയുന്നത് ഇവിടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ്. എങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ബന്ധുക്കളുമായിട്ട് കലഹ സാധ്യതയുണ്ട്, ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത വരുന്നുണ്ട്. അപ്പോൾ കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം പൊതുവായി അല്പം ദോഷം ആധിക്യം കൂടി നിൽക്കുന്ന ഒരാഴ്ചയാണ് ഈ വരുന്ന ആഴ്ച എന്ന് പറയുന്നത്. ഇവർക്ക് താരതമ്യേന നല്ല സമയമെന്ന് പറയുന്നത് ജൂലൈ 29, 30, 31 വൈകുന്നേരം വരെയാണ്. അപ്പോൾ ഇവർക്ക് ഈശ്വരാധീനം ഉള്ള സമയം കൂടിയാണ്. എങ്കിൽ പോലും ഇവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത കൂറ് എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മകം, പൂരം, ഉത്രം കാലാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഷ്ടമത്തിൽ ശനി നടക്കുന്ന സമയമാണ്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന മാത്രമല്ല, ഗ്രഹങ്ങളെല്ലാം അനിഷ്ടഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 11ലെ വ്യാഴം മാത്രമാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായി മെച്ചപ്പെടും. ബന്ധുജനങ്ങളുടെ ഗുണമുണ്ടാവും, കളത്ര സുഖമുണ്ടായിരിക്കും, സന്താന ഗുണമുണ്ടാകും, ഇവയെല്ലാം ഉണ്ടാവും. എങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അനിഷ്ടങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ആരോഗ്യപരമായി ഇവരൊന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഷ്ടമത്തിലെ ശനി എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യണമെന്നില്ല, അത് ദോഷഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നമ്മളെ ചില പ്രശ്നങ്ങളിൽ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കരുതിയിരിക്കണം. ആരോഗ്യപരമായി വളരെയേറെ ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്.
മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 27, 28, 31 വൈകുന്നേരം കൂടാതെ തന്നെ ഓഗസ്റ്റ് 1, 2 ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ്. അപ്പോൾ ഇതാണ് ചിങ്ങം രാശിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കറിയേണ്ടത് അടുത്ത കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാരെയും നമുക്കറിയാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ അവർക്ക് കണ്ടകശനിയുണ്ട്. അപ്പോൾ കണ്ടകശനി കാലം ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കന്നിക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിര, അരയാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഗ്രഹങ്ങൾ നിൽക്കുന്നതൊന്നും നല്ല സ്ഥലങ്ങളിലല്ല. പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഗ്രഹങ്ങളുടെ നിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാവാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ജോലി സ്ഥാനക്കയറ്റം ലഭിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കളത്തരത്തിന് സൗഖ്യമുണ്ടാകുകയും പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ നമുക്ക് ചെറിയ ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മിഥുനം രാശിയിലെ ഗജലക്ഷ്മി രാജയോഗമാണ്. അത് പൊതുവേ മിക്കവാറും എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ദോഷങ്ങളെയൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ ഈ ഗജലക്ഷ്മി രാജയോഗം സഹായിക്കുന്നതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ്. അപ്പോൾ അവർക്ക് കണ്ടകശനി നടക്കുന്ന സമയമായതുകൊണ്ടും അവർക്ക് ചില ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ജൂലൈ മാസം 29, 30, 31 വൈകിട്ട് വരെ താരതമ്യേന നല്ല സമയമാണ്. ഇതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ആഴ്ചയിൽ വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് തുലാം രാശിയാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് അടങ്ങുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു നല്ല സമയമാണ്. അതോടൊപ്പം തന്നെ ഇവരെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനവും അല്പം മെച്ചത്തിലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനസ്ഥിതി നന്നായി മെച്ചപ്പെടും. ആരോഗ്യം നന്നായി പുഷ്ടിപ്പെടുന്നതാണ്. സന്താന ഗുണം, മനസ്സന്തോഷം, അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ, പ്രവൃത്തി ഗുണങ്ങൾ, ഒപ്പം തന്നെ ബന്ധുഗുണങ്ങൾ, ഇതൊക്കെ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറ്റ് ദോഷങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഇവർക്ക് പൊതുവെ ഗുണാധിക്യം നിറഞ്ഞ ഒരാഴ്ചയായിട്ടാണ് നമ്മൾ ഈ വരുന്ന ആഴ്ചയെ കാണേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുഗുണങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തി ഗുണങ്ങളും അധികരിച്ചു നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില ആഡംബര വസ്തുക്കൾ കിട്ടാനും അതുപോലെ തന്നെ ചില ഗിഫ്റ്റുകൾ കിട്ടാനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 27, 28, 31, ഓഗസ്റ്റ് 1, 2 തീയതികൾ മെച്ചമായി കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ തുലാം രാശിക്കാർക്ക് മെച്ചപ്പെട്ട ഒരാഴ്ചയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത വിശാഖം, കാല്, അനിഴം, കേട്ട അടങ്ങുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ കുറിച്ചാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രനൊഴികെ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. മാത്രവുമല്ല ചൊവ്വയുടെ രാശിമാറ്റം ഇഷ്ടഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതൊഴിച്ച് ശുക്രനും നല്ല സ്ഥാനമെന്നൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഗുണങ്ങൾ കിട്ടുന്ന പ്രശ്നമില്ല എങ്കിൽ പോലും ഗൃഹോപകരണങ്ങൾ വാങ്ങാനും സന്താന ലാഭം ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആരോഗ്യപരമായി അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ആരോഗ്യം വളരെയേറെ സംരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മാത്രവുമല്ല ചിലപ്പോൾ ശത്രുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കരുതിയിരിക്കണം. വാക്കുകൾ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ധനത്തിന് അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന 27, 28, 29, 30, 31 ഈ ദിവസങ്ങളെല്ലാം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന നല്ല സമയങ്ങളാണ്. ഇതാണ് വൃശ്ചികം രാശിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനുക്കൂറുകാർക്ക് ഇപ്പം വ്യാഴം, ബുധൻ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമയമാണ്. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴം, ബുധൻ ഇഷ്ടഭാവങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം.
അതുപോലെ തന്നെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക നില മെച്ചപ്പെടുക, കൂടുതൽ യാത്രകൾ വേണ്ടി വരിക, യാത്രയിൽ നിന്ന് നമുക്ക് സമ്പത്തുണ്ടാവാനുള്ള സാധ്യത, വിദേശ യാത്രയ്ക്ക് ഒരു നല്ല സമയമാണിപ്പം. അതുപോലെ തന്നെ ജോലിയിൽ ചില പുരോഗതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നുണ്ട്. എന്നാൽ വാഹനവുമായി ബന്ധപ്പെട്ട് ചില പണികളുണ്ടാവുക, വാഹനങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിക്കുക, ആ ഇനത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെലവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. കണ്ടകശനി കാലഘട്ടമാണ്, അപ്പോൾ അതും കൂടെ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ജൂലൈ 29, 30, 31 നല്ല ദിവസങ്ങളാണ്. ഒപ്പം തന്നെ ഓഗസ്റ്റ് 1, 2 താരതമ്യേന നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി നമുക്കറിയേണ്ടത് മകരം രാശിക്കാരെ കുറിച്ചാണ്. മകരം രാശിക്കാരെ കുറിച്ച് നമുക്ക് അറിയാം. ഇവിടെ മകരം രാശി എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്തിരാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അരയാണ്. ഈ 2.25 നക്ഷത്രമടങ്ങുന്ന മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ശനി മാത്രമേ ഇഷ്ടഭാവത്തിലുള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർക്ക് 7 ശനിയൊക്കെ മാറി നമ്മൾ വലിയ സന്തോഷത്തിലൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് മറ്റ് ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടും വ്യാഴം 3-ൽ നിൽക്കുന്നു. പിന്നെ ശുക്രനെ കൊണ്ട് ഒരല്പ ഗുണമുണ്ടെങ്കിൽ പോലും ശനി മാത്രം 11-ൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവർക്ക് ധനപരമായി ബുദ്ധിമുട്ടുകൾ അധികമുണ്ടായില്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് സഹായവും ഒക്കെ ഉണ്ടാവാം. ധനപരമായി ചില കാര്യങ്ങളിൽ കൈനഷ്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം വളരെ തൃപ്തികരമാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ചിലപ്പം നമ്മൾ സ്വമേധയാ മനസ്സിൽ കരുത്താർജിച്ചുകൊണ്ട് ഉത്സാഹമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കളത്രഭാവം എന്ന് പറയുന്നത് അത്ര ശരിയല്ല. മാത്രമല്ല കുടുംബജീവിതത്തിൽ ചില സ്വാരസ്യങ്ങൾ ചിലപ്പം ഭാര്യയുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ശനി മാത്രം ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു അപ്രീതി നമുക്കുണ്ടാകുന്നൊരു സാഹചര്യമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ 5-ാം ഭാവത്തിൽ, ഇവിടെ 6-ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നൊരു യോഗം വന്നിട്ടുണ്ടല്ലോ. അത് വ്യാഴവും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്ന ആ യോഗം, അതിലൂടെ ഒരു ചെറിയ ആശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷം കുറയ്ക്കാൻ ചിലപ്പം അത് കാരണമാകുന്നുണ്ട്. എങ്കിലും പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. ഇവിടെ ജൂലൈ മാസം 31-ാം തീയതി വൈകിട്ട് വരെ ഓഗസ്റ്റ് മാസം 1, 2 തീയതികളിൽ ഇവർക്ക് നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല് അടങ്ങുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 7.5 ശനി കാലഘട്ടമാണ്. ഇവർക്ക് 7.5 ശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 7.5 ശനിയുടെ അവസാന പാദമാണ്. അപ്പോൾ മാത്രവുമല്ല എല്ലാ ഗ്രഹങ്ങളും അനിഷ്ട സ്ഥാനത്തേക്ക് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവരെ സാമ്പത്തികമായിട്ട് ചില സ്ഥിതി മെച്ചപ്പെടുകയും സ്വർണം അതുപോലുള്ള ചില അമൂല്യ വസ്തുക്കൾക്ക് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ് ഇത് എന്ന് പറയുന്നത്. ഇവർക്ക് 7.5 ശനിയുടെ അവസാന പാദമായതുകൊണ്ട് കുറേയേറെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനം ഇങ്ങനെ വരുമെങ്കിൽ പോലും കയ്യിൽ പലപ്പോഴും ധനമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മിഥുനം രാശിയിൽ ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുന്ന ശുക്രവ്യാഴ സംയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവരെ വളരെ ഈ നാളുകാരെ ഈ കൂറുകാരെ വളരെയേറെ സഹായിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ദോഷഫലങ്ങളെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് ഇവർക്കൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോകാനുള്ളൊരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജൂലൈ മാസം 27, 28 തീയതികൾ താരതമ്യേന നല്ല ദിവസങ്ങളാണ്. അപ്പോൾ കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത 12-ാമത്തെ കൂറായിട്ടുള്ള മീനം രാശിയെക്കുറിച്ചാണ്. മീനം രാശി എന്ന് പറയുമ്പോഴത്തേക്ക് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്ന് പറയുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ശനി ദശയാണ്. അവരുടെ ജന്മത്തിൽ ശനി നിൽക്കുന്ന ഒരു സമയമാണ്. 7.5 ശനിയാണ്.
ഏഴരശനി കാലഘട്ടത്തിൽ ജന്മത്തിലെ ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ശനിയുടെ ഏഴര ശനി എന്ന് പറയുമ്പോഴത്തേക്ക് ജന്മത്തെ ശനിയാകുമ്പോഴത്തേക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, അലച്ചിൽ, മനക്ലേശം, അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുക, ആ ബന്ധുജനങ്ങളിൽ നിന്ന് വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക. ശുക്രനും കേതുവും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനിഷ്ട സ്ഥാനത്തും കൂടി ആയതുകൊണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരാഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അത്രയധികം പ്രതിസന്ധികൾ ഇല്ല എങ്കിൽ പോലും മറ്റു കാര്യങ്ങളിലെല്ലാം ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന മിഥുനം രാശിയിലെ വ്യാഴ ശുക്ര സംഗമം കൊണ്ട് ഇവർക്കും ചില ഗുണങ്ങളുണ്ട്. കാരണം തിക്ത അനുഭവങ്ങളിൽ നിന്ന് ലഘൂകരിക്കാൻ ഈ ഒരു സംയോഗം വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഇവർ ഏഴരശനി കാലമായതുകൊണ്ട് ഇവർ ശിവക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ തുളസിമാല ഈ കറുകമാലയെ കൊടുത്ത് ചെറുതാരയൊക്കെ കഴിച്ച് ഇവിടെ ഈ ഏഴരശനിയുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ 12 രാശിക്കാർക്ക് ഈ ജൂലൈ 27 മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതിയുള്ള ആഴ്ചഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊക്കെ ചന്ദ്രഘടന അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രവുമല്ല ഒരാളുടെ ആ ജന്മസമയത്തുള്ള ഗ്രഹനില വെച്ചാണ് നമ്മൾ ഭാവി ഫലം പറയുന്നത്. നിങ്ങൾക്കറിയാം ഇതിനകത്ത് ദശയും അന്തർദശയും മഹാദശയും പിന്നെ അപകാരങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ ഈ ഭാവി ഫലത്തിൽ ഒരല്പം ഏറ്റക്കുറച്ചിലുകൾ, ചെറിയ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ അതിന് വരാൻ സാധ്യതയുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ ഗോചരം അല്ലെങ്കിൽ സഞ്ചാരം അനുസരിച്ചാണ് നമ്മൾ ഈ ഭാവി ഫലം പറയുന്നത്. അപ്പോൾ അവരവരുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടവരൊന്ന് പരിശോധിക്കുക. അങ്ങനെ ആകുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചുകൾ നിങ്ങൾക്ക് ഇതുണ്ടാകുമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഭാവി ഫലം കേൾക്കേണ്ടത്. നമുക്ക് അടുത്ത